വന്നിട്ടുള്ളത് ഒരു കിഡിലൻ പുഡിങ്ങിൻ്റെ വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് തേങ്ങ, 2 കപ്പ് വെള്ളം, 4 ഏലക്ക ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇങ്ങനെ അരച്ചെടുത്ത തേങ്ങയെ ഒരു അരിപ്പയിലൂടെ ഒഴിച്ച് നല്ല പോലെ പാല് പിഴിഞ്ഞെടുക്കുക. ഇനി വേണ്ടത് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഈ കോൺഫ്ലോറിനെ നേരിട്ട് മുഴുവനായിട്ടും നമുക്ക് ആ തേങ്ങാപ്പാലിലേക്ക് ചേർക്കാൻ പാടില്ല, അപ്പോൾ കട്ട കെട്ടിക്കിടക്കും. അപ്പോൾ കുറച്ച് ഇതുപോലെ തേങ്ങാപ്പാലെടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കി മാറ്റി വെക്കുക. ഇനി വേറൊരു പാനിൽ നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊന്ന് ചൂടാക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചൂടാക്കുക. അപ്പോൾ ഇതുപോലെ കളറ് മാറി വരുന്നത് കാണാം. ഈ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് കുറച്ചിട്ട് പഞ്ചസാരയൊക്കെ നല്ല പോലെ ഉരുകി നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾക്കിത് നമ്മുടെ പുഡിങ്ങിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ കട്ടിയായിട്ട് വരുന്നത് വരെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കട്ടിയായി വന്നതിന് ശേഷം നമ്മുടെ പുഡിങ്ങിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. 3 മണിക്കൂറായപ്പോഴത്തേക്കിന് പുഡിങ് നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് മോൾഡിൽ നിന്നും എടുത്തു മാറ്റി വെക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കിഡിലൻ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.